പാലക്കാട് കൊട്ടിക്കലാശം ആവേശമാക്കി മുന്നണികൾ. പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശം തീർത്ത് NDAയുടെ വമ്പൻ റോഡ് ഷോ. സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, ശോഭ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു അണികളും പ്രവർത്തകരും. പരസ്യ പ്രചരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഓരോ മുന്നണികളും രംഗത്തെത്തിയിരുന്നു. പാലക്കാട് NDA ക്യാമ്പ് സജീവമായിരുന്നു. ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും. പാലക്കാടിന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന മുദ്രാവാക്യവുമായാണ് അണികൾ കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നത്. പാലക്കാടിനെ പ്രതിനിധീകരിച്ച C കൃഷ്ണകുമാർ ഇത്തവണ നിയമസഭയിലേക്ക് എത്തും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു BJP പ്രവർത്തകർ. സമാധാനപരമായി കൊട്ടിക്കലാശം ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിയെന്നുള്ള കാര്യത്തിലും സംശയമില്ല. സാധാരണക്കാരും അണിനിരുന്ന ഒരു കൊട്ടിക്കലാശമാണ് കണ്ടത്. പതിവിന് വിപരീതമായി രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാതെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഇത്തവണത്തെ കൊട്ടിക്കലാശം. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ. ആയിരക്കണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. BJPയുടെ സമുന്നതരായ നേതാക്കളും റോഡ് ഷോയുടെ ഭാഗമായി. വലിയ രീതിയിൽ ആവേശം അണപൊട്ടിയപ്പോൾ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം തന്നെയായിരുന്നു. പാലക്കാട് NDA ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, അങ്ങനെ കൊട്ടിക്കലാശം പര്യവസാനിച്ചിരിക്കുന്നു. ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ നാളുകൾ. മറ്റന്നാൾ പാലക്കാട്ടെ ജനം വിധി എഴുതുമ്പോൾ ആർക്കൊപ്പമാണ് പാലക്കാടൻ മനസ്സ് എന്നുള്ളതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാട്ടും നൃത്തവുമായി പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നു. പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ പാലക്കാട്ടെ ജനം വിധി എഴുതുമ്പോൾ മുന്നണികളെല്ലാവരും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. NDA ക്യാമ്പ് തികഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ പലപ്പോഴായി കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ എന്തായാലും തങ്ങൾക്കൊപ്പം എന്ന ആത്മവിശ്വാസത്തിലാണ് BJP പ്രവർത്തകരും NDA ക്യാമ്പും. തങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ C കൃഷ്ണകുമാർ വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതം എന്ന് അണികളും കരുതുന്നു. LDF UDF പാളയത്തിൽ വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുത്തിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിൽ തന്നെ മുന്നണിക്കുള്ളിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ മറനീക്കി പുറത്തുവരുന്ന സാഹചര്യം കണ്ടു. അപ്പോഴെല്ലാം NDA സ്ഥാനാർത്ഥി വേറിട്ട് നിന്നത് വികസനോന്മുഖമായ കാഴ്ചപ്പാടിൽ മാത്രമായിരുന്നു. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് ഇട നൽകാതെ, വിഴുപ്പലക്കലുകൾക്ക് ഇട നൽകാതെ NDA സ്ഥാനാർത്ഥി പാലക്കാടിനു വേണ്ടി വികസന നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഗോകുലിലേക്ക് വീണ്ടും പോകുന്നു. ഗോകുൽ, തുടരാം. മുറിയിൽ നിന്ന് ആരംഭിച്ച കൊട്ടിക്കലാശം അല്പസമയത്തിന് മുമ്പ് 6 മണിക്കാണ് ഇവിടെ സമാപിച്ചത്. 5:30 തന്നെ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ സംഗമിച്ചു. ശേഷം വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു ഇവിടെ കണ്ടിരുന്നത്. ആയിരക്കണക്കിന് BJP പ്രവർത്തകർ നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ സംഗമിച്ചിരുന്നു. ഇത്തവണത്തെ വിജയം BJPക്കുള്ളതായിരിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കൊട്ടിക്കലാശവും പ്രകടനവും പ്രവർത്തനവും ഒക്കെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി നമ്മൾ കണ്ടത്. കൊട്ടിക്കലാശം ആരംഭിച്ച മേലാമുറി ജംഗ്ഷനിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് മുന്നോട്ടേക്ക് പോകും തോറും ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. റോഡിന് ഇരുവശത്തു നിന്നും കൃഷ്ണകുമാറിനെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ UDF മുന്നണി ഭരിച്ച് മുടിച്ച ഒരു സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത് എന്നൊരു വികാരമാണ് BJP പ്രവർത്തകർക്കുള്ളത്. അതിനാൽ തന്നെ ഇത്തവണത്തെ വിജയം BJPക്കുള്ളതായിരിക്കും. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വലിയ മെജോറിറ്റിയിൽ വിജയിച്ച് കയറുമെന്ന ആത്മവിശ്വാസമായിരുന്നു BJP പ്രവർത്തകരൊക്കെ പങ്കുവച്ചത്. ഈ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്നും നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് 3 പഞ്ചായത്തുകളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ BJP ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇതിൽ പങ്കാളികളായത്. സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും ഒക്കെ എടുത്തുയർത്തിക്കൊണ്ട് അവരുടെ ആവേശം, അവരുടെ കൊട്ടിക്കലാശത്തിന്റെ സമാപനം വളരെ
വളരെ ഗംഭീരമായി അവർ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ മറ്റു മോർച്ചകളൊക്കെ ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാഴ്ചവെച്ചിരുന്നു. അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ, അതിനെയൊക്കെ അസ്ഥാനത്താക്കുന്ന രീതിയിൽ അതിഗംഭീരമായ ഒരു പ്രവർത്തനമായിരുന്നു, കൊട്ടിക്കലാശത്തിന്റെ അവസാനമായിരുന്നു ഇവിടെ കണ്ടത്. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. ഇന്നത്തെ വൈകുന്നേരം BJP യെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലാക്കിയെന്ന് തന്നെ പറയാം. അത്രത്തോളം ആവേശമുള്ളതായിരുന്നു BJP-യുടെ മുഴുവൻ കൗൺസിലർമാരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP യെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. BJP-യുടെ കൗൺസിലർമാരെ അടർത്തിയെടുത്തിക്കൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ്. അവിടെ നിന്ന് BJP പ്രവർത്തകരെ, BJP കൗൺസിലർമാരെ അടർത്തിയെടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണം അവസാനിപ്പിക്കും, BJP-യുടെ സംസ്ഥാന നേതാവിനെ പോലും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെയൊക്കെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിക്കൊണ്ട് അതിന്റെ ചരടുവലി നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ അസ്ഥാനത്താവുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ മുതൽ BJP സ്ഥാനാർത്ഥിയായുള്ള C കൃഷ്ണകുമാറിനോടൊപ്പം 28 കൗൺസിലർമാർ, മുനിസിപ്പാലിറ്റിക്കകത്തുള്ള BJP-യുടെ 28 കൗൺസിലർമാർ ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രനും സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും ഒക്കെ കൃഷ്ണകുമാറിനൊപ്പം ചേർന്നുകൊണ്ട് ഈ റോഡ് ഷോയിൽ അവസാനം പങ്കാളിയാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം BJP പ്രവർത്തകർ ഒന്നാകെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെയും സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ചുമലിലേറ്റിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഘോഷം ആവേശത്തോടു കൂടി അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു ദിവസം എന്ന് പറയുന്നത് നിശബ്ദ പ്രചരണത്തിലുള്ള ഒരു ദിവസമാണ്. നാളെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുമെന്നാണ് BJP സ്ഥാനാർത്ഥിയായുള്ള C കൃഷ്ണകുമാർ പറയുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതും. ഷാഫി പറമ്പിൽ കഴിഞ്ഞ വർഷം നേടിയിട്ടുള്ള വോട്ട് ഇത്തവണ പെട്ടിയിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല. SDPI-യുടെ ഉൾപ്പെടെ വോട്ട് സമാഹരിച്ചുകൊണ്ട് BJP-യെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുമ്പോഴും അതിലേക്ക് എത്താൻ സാധിക്കില്ല. സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇത്തവണ BJP-ക്ക് വോട്ട് ചെയ്യും. NDA സ്ഥാനാർത്ഥിയായുള്ള C കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യും. ചിട്ടയായ പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ 27 ദിവസമായിട്ട് കൃഷ്ണകുമാറിന്റെയും NDA-യുടെയും BJP-യുടെയും നേതൃത്വത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ ഒന്നാകെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും MT രമേശും ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി. തുഷാർ വെള്ളാപ്പള്ളി BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. SJD-യുടെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ NDA-യുടെ ഭാഗമായിട്ടുള്ള എല്ലാ കക്ഷികളും തങ്ങളുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. അത് കൊട്ടിക്കലാശത്തിലും നമ്മൾ കണ്ടു. എല്ലാ പാർട്ടിയുടെയും കൊടികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി NDA ഒരു മുന്നണി സംവിധാനത്തോടു കൂടി ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നോക്കി വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് BJP പ്രവർത്തകരെല്ലാം. ഈ കൊട്ടിക്കലാശത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പല ആളുകളോടും കമന്റുകൾ ചോദിച്ച സമയത്ത് വിജയം സുനിശ്ചിതമാണ് എന്നും അത് 10,000-ൽ കുറയാത്ത വോട്ടിൽ ഉണ്ടാകുമെന്നും ഒരു ആത്മവിശ്വാസം BJP പ്രവർത്തകർ പങ്കുവെക്കുന്നു. 6,000-ൽ കുറയാതെ തന്നെ BJP വിജയിച്ചു കയറുമെന്ന് പല BJP നേതാക്കന്മാരും പങ്കുവെക്കുന്നു. ഈ BJP-ൽ ഉണ്ടായിട്ടുള്ള ചില ആളുകളൊക്കെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നൊരു ആവേശത്തോടു കൂടി വ്യക്തികളല്ല ചിഹ്നമാണ്, ചിഹ്നം ചങ്കിലാണ് എന്ന രീതിയിലുള്ള പ്രകടനം അല്ലെങ്കിൽ പ്രസ്താവനകളായിരുന്നു BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ നടത്തിയത്. അതിനെയൊക്കെ അടിവരയിടുന്ന രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം വളരെ ആവേശത്തോടു കൂടി ആഘോഷത്തോടു കൂടി BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ ഇവിടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ കൊണ്ടാടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ നമുക്ക് ഡെസ്കുമായി കമ്മ്യൂണിക്കേഷൻ പോലും നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം ആവേശത്തിൽ ഉച്ചസ്ഥായിലായിരുന്നു BJP പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത്. C കൃഷ്ണകുമാർ ക്രെയിനിന് മുകളിൽ നിന്ന് BJP-യുടെ ഹരിത കുങ്കുമ പതാക വീശിയ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. K സുരേന്ദ്രനെയും കൃഷ്ണകുമാറിനെയും എടുത്തുയർത്തിക്കൊണ്ട് തങ്ങളുടെ ആവേശവും തങ്ങളുടെ ഈ കൊട്ടിക്കലാശത്തിന്റെ സമാപനം ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ഗോകുലിലേക്ക് തന്നെ തിരികെ എത്താം. ആവേശ കാഴ്ചകളുടെ വിവരങ്ങൾ ഇനിയും തേടേണ്ടതുണ്ട്.